കാട്ടാക്കട താലൂക്കിൽ 135 സ്കൂളുകളിലെ ബസ്സുകൾക്ക് കർശന പരിശോധന. തകരാർ പരിഹരിച്ച ശേഷം മാത്രം ക്ലിയറൻസ്. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കാട്ടാക്കട താലൂക്കിലെ 135ഓളം സ്കൂളുകളിലെ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി. കാട്ടാക്കട വിശ്വദീപ്തി സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 8 മണി മുതലാണ് പരിശോധന ആരംഭിച്ചത്. സ്കൂൾ ബസ്സുകളിലെ ബ്രേക്ക്, ലൈറ്റ്, ഹോൺ, ടയർ, എമർജൻസി ഡോർ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഫയർ എക്സ്റ്റിംഗ്യൂഷർ തുടങ്ങിയവയെല്ലാം ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു. ചെറിയ തകരാറുകൾ പോലും കണ്ടെത്തിയ വാഹനങ്ങൾക്ക് അത് പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രമേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂവെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കുട്ടികളുടെ ജീവനാണ് പ്രധാനം, ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 135ഓളം സ്കൂളുകൾക്ക് സ്കൂൾ വാഹനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ അധ്യയന വർഷത്തെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വാഹന പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കംപ്ലൈൻ്റ് ഉള്ള വാഹനം അത് കംപ്ലൈൻറ്റ് എഴുതി അത് റെക്ടിഫൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ വാഹനത്തിൻ്റെ സുരക്ഷിത പരിശോധന സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സുജീഷ്, അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥർ സാബു എസ്, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. GTV ന്യൂസ്, കാട്ടാക്കട.